ആത്മവിശ്വാസം കൊടുമുടിയിൽ നിൽക്കുക എന്ന് വെച്ചാൽ എന്താണ്? ആ അവസ്ഥയാണ് ഇപ്പോൾ BJP ആസ്ഥാനത്ത് കാണുന്നത്. ഇപ്പോൾ നമ്മൾ BJP ആസ്ഥാനത്ത് ഇതിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണുള്ളത്. കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു 100 പേർക്ക് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള ഒരു മുറിയാണ്. കാരണം അവർക്ക് രാവിലെ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്യാനും അവർക്ക് ഒരു ആശ്വസിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രമാണ് ഇതിപ്പോൾ കാണുന്നത്. കാരണം ഇതിപ്പോൾ 47 ഡിഗ്രി വരെ ചൂട് ഈ സമയത്ത് ഡൽഹിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി പ്രത്യേക വലിയ പന്തലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതുകൂടാതെ വലിയ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സമയത്ത് ഇപ്പോൾ BJP ഓഫീസിൻ്റെ പിൻഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് ഇപ്പോൾ പ്രത്യേക അടുക്കള തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോൾ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർക്ക് സാധാരണ പ്രവർത്തകർക്ക് വരുമ്പോൾ അവർക്ക് നൽകേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ ഹൽവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൽവയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ വളരെ മധുര പലഹാരങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്ന ഒരു സെഷൻ വേറെ, സാധാരണ പ്രവർത്തകർക്കും വരുന്നവർക്കുമുള്ള പൂരിയും കിഴങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വെളുപ്പിനെ 5 മണിക്കാണ് ഇതുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം ചാക്ക് കണക്കിന് ഉരുളക്കിഴങ്ങും സവോളയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിട്ടാണ് ഇവിടെ വലിയൊരു ഹോട്ടലിൻ്റെ വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു അടുക്കള എങ്ങനെയാണോ അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ BJP ഓഫീസിൻ്റെ മുൻഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻഭാഗത്തേക്ക് നേതാക്കന്മാർ എത്തിച്ചേരുന്നത് പ്രധാനമായും കേന്ദ്രമന്ത്രിമാരും MP-മാരും BJP രാഷ്ട്രീയ സമിതി നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ പ്രവേശിക്കുന്നത് ഈ കവാടത്തിലൂടെയാണ്. ഇവിടെ ഒരു വലിയ വിജയാഘോഷം വൈകിട്ട് നടത്താൻ വേണ്ടിയുള്ള പന്തലുകൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പന്തലുകൾ ഇന്ന് രാവിലെയാണ് ഈ പന്തലുകൾ പൂർത്തിയായിരിക്കുന്നത്. വിജയത്തിന് ശേഷം നരേന്ദ്രമോദി ഇവിടെ എത്തുമെന്നും ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഈ വേദിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.